ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സ്വാഗതം. നാളെ കാർത്തിക ദീപം. വൃശ്ചിക മാസത്തിലെ മനോഹരമായ ഒരു ആചാരമാണല്ലോ കാർത്തിക ദീപം തെളിയിക്കൽ എന്നത്. തൃക്കാർത്തിക ദിവസം ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്നാണല്ലോ പൊതുവെ വിശ്വാസം. അന്ന് ദേവി ക്ഷേത്രങ്ങളിൽ നാരങ്ങ വിളക്ക്, നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ്. ദേവീക്ഷേത്രങ്ങളിൽ പ്രധാനപ്പെട്ട വഴിപാടുകളുമാണ് ഇവയെല്ലാം. വീട്ടിൽ തൃക്കാർത്തിക വിളക്ക് തെളിയിക്കുന്നത് കാര്യസിദ്ധിക്ക് ഉത്തമമാണ്. 2025 ഡിസംബർ 3 ബുധനാഴ്ചയാണ് ഈ വർഷം തൃക്കാർത്തിക വിളക്ക്. ഡിസംബർ 4 വ്യാഴാഴ്ചയാണ് തൃക്കാർത്തിക. കാർത്തിക നക്ഷത്രം സന്ധ്യയ്ക്കുള്ളത് ബുധനാഴ്ചയും ഉദയത്തിൽ കാർത്തികയുള്ളതും പൗർണമിയും വ്യാഴാഴ്ചയുമാണ്. അതിനാലാണ് 2 ദിവസങ്ങളിൽ ആചരണം വരുന്നത്. വെള്ളം തളിച്ച് ശുദ്ധീകരിച്ച സ്ഥലത്ത് വേണം കാർത്തിക ദീപം തെളിയിക്കുവാൻ. മൺചിരാത് അരയാലിലയിൽ വെച്ച് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. എണ്ണയോ നെയ്യോ ഒഴിച്ച് വേണം കാർത്തിക ദീപം തെളിയിക്കാൻ. ഈ ദിവസം സന്ധ്യയിൽ ഉമ്മറപ്പടിക്കൽ കോലം വെച്ച് വിളക്ക് തെളിയിച്ചാൽ സഹോദരന് ശക്തിയും ക്ഷേമവും പ്രശസ്തിയും മാതൃഗൃഹത്തിൽ ഐശ്വര്യമുണ്ടാകും എന്നാണ് വിശ്വാസം. ഈ ദിവസം ദേവിയെ മന്ത്രങ്ങളും സ്തുതികളും ജപിച്ച് ഭജിക്കുന്നത്, ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ്. ദേവീക്ഷേത്ര ദർശനം നടത്തുമ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ സമർപ്പിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ എത്തിക്കുവാനും ചുമന്ന മാല അമ്മയ്ക്ക് സമർപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓരോ കാര്യത്തിനും തെളിയിക്കേണ്ട ദീപസംഖ്യയും വിശേഷ കാര്യസിദ്ധിക്ക് തെളിയിക്കേണ്ട ദീപങ്ങളുടെ ആകൃതിയും സംഖ്യയും മറ്റും എല്ലാം തന്നെ വളരെ വ്യത്യാസമാണ്. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യേണ്ടത് ഓരോ രീതിയിൽ ആയിരിക്കണം ദീപം തെളിയിക്കുക. തൃക്കാർത്തിക ദിവസം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അമ്മയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അമ്മ വിളിപ്പുറത്ത് കേട്ട് നമുക്കത് സാധിച്ചു തരും. കാർത്തിക ദിവസം അമ്മയെ മനസ്സിൽ വിചാരിച്ച് നമ്മുടെ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യവും നമുക്ക് നേടിത്തരും. നെയ്യ് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുപോലെ തന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പുഷ്പങ്ങൾ സമർപ്പിക്കുക. അതിനുശേഷം അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന മന്ത്രം ചൊല്ലുക. അതുപോലെ തന്നെ ദേവി സഹസ്രനാമവും ജപിക്കുക. അമ്മയെ നമ്മൾ വിളിപ്പുറത്ത്, നമുക്ക് എല്ലാവർക്കും അറിയാം അമ്മ എങ്ങനെയാണ്. തൃക്കാർത്തിക അമ്മയ്ക്ക് പിറന്നാളായിട്ടും ആഘോഷിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളിലും തൃക്കാർത്തിക ദിവസം പൊങ്കാല നടത്തുന്നത് പതിവാണ്. എല്ലാവരും തന്നെ പൊങ്കാലയ്ക്ക് 7 ദിവസം മുമ്പേ വ്രതമെടുത്ത് അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വ്രതം എടുത്ത് പൊങ്കാലയിടുന്നത് സർവൈശ്വര്യവും അവരുടെ ജീവിതത്തിൽ എത്തിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാർത്തിക നക്ഷത്രം എന്നത് ഈ തൃക്കാർത്തിക എന്ന് വരുന്നത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക വളരെയധികം പ്രത്യേകതയുള്ളതുമാണ്. അതിനാലാവണം നമ്മളെല്ലാവരും തന്നെ അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാർത്തിക പൂജ എടുക്കുന്നതും കാർത്തിക ദിവസം നമ്മുടെ വീടുകളിൽ നെയ്വിളക്ക് തെളിയിച്ച മൺചിരാതുകൾ നമ്മുടെ വീടിന് ചുറ്റും തന്നെ നമ്മൾ തെളിയിക്കുന്നതുമെല്ലാം തന്നെ സർവ്വ ഐശ്വര്യവും നമ്മുടെ വീട്ടിൽ എത്തിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. വൃശ്ചിക മാസത്തിലെ ഈ മനോഹരമായ ആചാരമാണ് കാർത്തിക ദീപം തെളിയിക്കൽ. അതുകൊണ്ട് തന്നെ തൃക്കാർത്തിക ആശംസകൾ ഏവർക്കും നേരുകയാണ്. തൃക്കാർത്തിക ദിവസം അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വൈകുന്നേരം നെയ്വിളക്ക് തെളിയിച്ച് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുന്നതുമെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും അമ്മ നമുക്ക് നൽകുമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഏവർക്കും തൃക്കാർത്തിക ആശംസകൾ നേരുന്നു.